വൈഭവിന്റെ വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സിറാജ് പ്രകടിപ്പിച്ച ആ ഒരു ആവേശം കണ്ടാൽ അറിയാം ആ വിക്കറ്റിന്റെ മൂല്യം. കഴിഞ്ഞ കളിയിൽ കെയിൽ ജാമിയസൻ വൈഭവിനെ പുറത്താക്കിയപ്പോൾ നടത്തിയ ആഹ്ലാദം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വൈഭവിന്റെ വിക്കറ്റിന് നല്ല വിലയുണ്ട്. ക്രീസിൽ നിന്നാൽ ഏത് വലിയ സ്കോറും സിമ്പിളായി ചേസ് ചെയ്യാൻ വൈഭവിനാകുമെന്ന് എതിരാളികൾ പോലും ഭയപ്പെടുന്നു എന്നതിന് കൃത്യമായ ഒരു തെളിവാണിത്. റബാഡയെയും സിറാജിനെയും ഇന്നത്തെ മത്സരത്തിൽ ഒരേപോലെ കടന്നാക്രമിച്ച വൈഭവ് വെറും 16 പന്തിൽ 36 റൺസുമായി ഒരു അത്ഭുതം കാണിക്കുമെന്ന് തോന്നിപ്പിച്ചതാണ്. പക്ഷേ തൊട്ടടുത്ത ഓവറിൽ സിറാജ് ആ നിർണായക വിക്കറ്റ് വീഴ്ത്തിയതോടെ രാജസ്ഥാന്റെ പതനം ഇന്ന് ഗുജറാത്തായിട്ട് പൂർത്തിയായി. പിന്നീട് ഗുജറാത്തിന് മുമ്പിൽ അടിപതറി റോയൽസ് എന്ന് വേണം പറയാൻ. 229 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാന് കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. വൈഭവ് പോയതോടുകൂടി രാജസ്ഥാൻ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീണതോടെ 152 റൺസിന് എല്ലാവരും പുറത്തായി. വമ്പൻ തോൽവി എന്ന് വെച്ചാൽ വമ്പൻ തോൽവി. രാജസ്ഥാന്റെ റൺ റേറ്റിന് ഇത് മോശമായി ബാധിക്കും. ഈ ഒരു ഘട്ടത്തിൽ, അതായത് ഈ പോയിന്റ് ടേബിളിൽ എല്ലാവരും ഒരു നിൽക്കുന്ന ഘട്ടത്തിൽ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടണമെങ്കിൽ രാജസ്ഥാൻ ശരിക്കും അടുത്ത മത്സരങ്ങൾ തുടങ്ങി വിയർക്കേണ്ടി വരും. അടുത്ത മത്സരങ്ങളെല്ലാവരും ജീവൻ മരണ പോരാട്ടങ്ങളായി തന്നെ രാജസ്ഥാന് മാറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കും. ഓക്കെ, ബൈ.